തൃശൂരിൽ വെച്ച് കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ സംഭവത്തിൽ തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയിൽ വ്യക്തത തേടുകയാണ് കേരള പോലീസ്. തമിഴ്നാട് പോലീസ് സഞ്ചരിച്ചിരുന്ന കാറിന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. ബാലമുരുകന് ആലത്തൂരിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത ശേഷം കൈവിലങ്ങ് ഇട്ടിരുന്നില്ല എന്നാണ് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി. വിയൂർ ജയിലിന് സമീപം എത്തിയപ്പോൾ മൂത്രമൊഴിക്കാൻ വാഹനം നിർത്തിയെന്നും ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് കൂടെ ഇറങ്ങിയതെന്നും മൊഴിയിൽ പറയുന്നു. വിവരങ്ങളുമായി നടരാജ് പരശുരാം ചേരുകയാണ്. നടരാജ്, ഈ തമിഴ്നാട് പോലീസിന്റെ മൊഴിയിൽ പോലീസ് കേരളം വ്യക്തത വരുത്താൻ ആലോചിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ അവ്യക്തത എന്തെങ്കിലും ഉണ്ടോ? പല കാര്യങ്ങളിൽ, അതായത് ഇത് ചാടിപ്പോയതായി പോലീസ് പറയുന്ന സമയം അത് ഏതാണ്ട് രാത്രി 12 മണിയുടെ അടുത്താണ്. ആ സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ മൊഴിയിൽ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളിലും ഉണ്ട്. അതായത് ഇന്ന് രാവിലെയാണ് ഈ പ്രതി ചാടിപ്പോകുന്നത്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് ചാടിപ്പോകുന്നത്. പുലർച്ചെ എന്ന് പറയാം. വിരുദുനഗറിലെ കോടതി നടപടികളിൽ നിന്നും ഹാജരാക്കിയ ശേഷം തിരിച്ചു കൊണ്ടുവരുമ്പോൾ ജയിൽ പരിസരത്തിന് അടുത്ത് വെച്ചാണ് ഇയാൾ മൂത്രമൊഴിക്കണമെന്ന് ആവശ്യം പറയുകയും പോലീസ് ഇയാളെ പുറത്തിറക്കുകയും ചെയ്തത്. ഉടൻ തന്നെ പ്രതി ചാടിപ്പോവുകയായിരുന്നു. സാധാരണഗതിയിൽ നേരത്തെ ഒരിക്കൽ കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ പ്രതിക്ക് വേണ്ടത്ര ഒരു സുരക്ഷ ഈ പോലീസ് ഒരുക്കിയിട്ടില്ല എന്ന് തന്നെ ഒരു പൊതുവിമർശനമുണ്ട്. അതും പോലീസ് ജയിൽ കോമ്പൗണ്ടിൻ്റെ അടുത്തെത്തിയിട്ട് ഇത്തരത്തിൽ ഒരാളെ മൂത്രമൊഴിക്കാൻ തുറന്നുവിട്ടതും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ കേരള പോലീസ് പദ്ധതി ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ബാലമുരുകന്റെ രക്ഷപ്പെടുമായി ബന്ധപ്പെട്ട മൊഴിയും പരിശോധിക്കുന്നു. ഇതിന് കൃത്യമായ സമയം എപ്പോഴാണ്, ഏതെല്ലാം സ്ഥലങ്ങളിൽ നിർത്തി, ഏത് സ്ഥലത്ത് വെച്ചാണ് ഹാൻഡ് കഫ് അയച്ചു കൊടുത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് പരിശോധിക്കുന്നുണ്ട്. തമിഴ്നാട് പോലീസ് ഇത് പ്രകാരം നൽകിയ മൊഴിയിൽ പറയുന്നത് ആലത്തൂരിൽ നിന്നും ഭക്ഷണം വാങ്ങിക്കൊടുത്തു, അതിനുശേഷം കൈവിലങ്ങ് ഇട്ടിരുന്നില്ല. വിയൂർ പോലീസ് കോമ്പൗണ്ടിന്റെ പരിസരത്തെത്തിയപ്പോൾ ആദ്യം വെള്ളം ആവശ്യപ്പെട്ടു, വെള്ളം കൊടുത്തു, പിന്നീട് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞു. മൂത്രമൊഴിക്കാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് കൂടെ ഇറങ്ങിയത്. ഉടൻ തന്നെ അയാൾ മതിൽ ചാടുകയായിരുന്നു. പോലീസുകാർ തിരികെ ഒപ്പം ചാടിയപ്പോൾ മതിൽ വീണ്ടും ചാടിക്കടന്ന് ഓടി എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇതിലൊക്കെ തന്നെ എത്രത്തോളം ശരിയുണ്ട്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ട് അന്വേഷണം കേസെടുത്ത് ഏറ്റെടുത്ത സ്ഥിതിക്ക് പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് നടത്തിയിട്ടുള്ളത്. ഇതിനിടയിൽ ബാലമുരുകന്റെ ചെരുപ്പ് ജയിൽ വളപ്പിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അധിക ദൂരത്തേക്ക് ഇദ്ദേഹം പോയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു നിഗമനം കൂടി അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. കാരണം ജയിൽ വളപ്പിലേക്ക് ആദ്യം ചാടി പോലീസ് ഉദ്യോഗസ്ഥർ കൂടെ ചാടിയപ്പോഴാണ് ഇയാൾ വീണ്ടും ചാടി ഇറങ്ങി ഓടിയത്. എന്തായാലും നഗരം വിട്ടു പോയിരിക്കാൻ സാധ്യതയില്ല എന്നുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ഇത് സംബന്ധിച്ച് തമിഴ്നാട് പോലീസ് നൽകിയ എല്ലാ വിവരങ്ങളും പരിശോധിക്കും, CCTV ക്യാമറകൾ പരിശോധിക്കും. അതേസമയം ഈ പ്രതിക്കായുള്ള തെരച്ചിലും ഊർജിതമാക്കുമെന്നാണ് വിയ്യൂർ പോലീസ് അറിയിച്ചിരിക്കുന്നത്. നൗഫൽ.